നല്ല സിനിമ. വാപ്പയുടെ മകനെ കഥാപാത്രം ചെയ്ത ഉണ്ണിനായരും ഷെയ്ൻ സിദ്ദീഖും വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും പറയില്ല. ഞാനതിന് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ല നല്ല സ്റ്റോറി. എല്ലാവരും കാണേണ്ട ഉണ്ണിനായർക്കും ദേശീയ അവാർഡ് പറയുന്നത് നല്ല പടം. എല്ലാവരും കുടുംബസമേതം കാണണം. സൂപ്പറായിട്ടോ. പടം കിടിലാണ്. ഫാമിലി എന്റർടൈനർ. പടം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് ഉഷാറായിട്ടുണ്ട്. എങ്ങനെയാണ്? കുടുംബചിത്രമാണ്? എന്താണ് കഥ? ചിത്രത്തിന്റെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ല ഇഷ്ടപ്പെട്ടു. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? നമ്മളെ ഇഷ്ടപ്പെട്ടോ? എന്താണ് കഥക്ക്? എങ്ങനെ ഫാമിലിക്ക് പറ്റിയ കഥയാണോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? തങ്ങളുടെ അഭിപ്രായം പറയും. തങ്ങളാ അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളപ്പത്തെ യുവതലമുറ കാണുന്ന ഒരു സിനിമ തന്നെയാണ്. ചിത്രിക പടമൊക്കെ എങ്ങനെയുണ്ട്? പക്ഷെ പടമൊക്കെ എങ്ങനെയുണ്ട്? നല്ല പടം. നമ്മളെ ഉണ്ണിനായരുടെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പ്രാദേശികമായ ആളുകളെ എല്ലാ കലാകാരന്മാർക്കും നല്ലൊരു അവസരം കൊടുത്ത് നന്നായി അഭിനയിക്കുകയും ചെയ്ത് നല്ലൊരു പടം. പടം എങ്ങനെയുണ്ട്? നാട്ടുനന്മകളെ സമ്പന്നമായ വളരെ മനോഹരമായൊരു സിനിമ. ഇത് നമുക്ക് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഉണ്ണിയേറ്റം വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഉണ്ണിയേട്ടാ പടത്തിലൊക്കെ അഭിനയിച്ച് വരികയാണ്. എങ്ങനെയുണ്ട് പടം? അത് പടം ഇനിയിപ്പോൾ അതിനപ്പുറം പറയില്ല. എൻ്റെ വാക്കില്ല, അത്ര സൂപ്പറാണ്. പക്ഷെ ബാക്കിയൊക്കെ ജനങ്ങൾ പറയണം. ഇത് നമ്മൾ പറഞ്ഞൊന്നുമല്ല, ഇതിൽ ജനങ്ങളൊക്കെ പറയട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണിയേട്ടൻ ശരിക്കും മേഞ്ഞു. ഉണ്ണിയേട്ടൻ ഇല്ലെങ്കിൽ പടമില്ല. അനുപേട്ട പടമൊക്കെ എങ്ങനെയുണ്ട്? ഗംഭീര പ്രകടനമാണ്. സംവിധാനം ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ളതിൽ അത് ഗംഭീരാക്കിയിട്ടുണ്ട്. മനസ്സിൽ തൊട്ടറിഞ്ഞ അഭിനയമാണ് ഉണ്ണിയേട്ടൻ കാഴ്ചവെച്ചത്. അച്ഛൻ്റെ അഭിനയമൊക്കെ എങ്ങനെ കണ്ടിട്ട് മകളുടെ അഭിപ്രായം എന്താ? മനോഹരമായ പടം, വൃത്തികേടില്ലാത്ത പടം. നാസറിന്റെ സംവിധാനം തുടക്കം തന്നെ നന്നായി വരുന്നു. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ നായർ എല്ലാവരും നന്നായി. ഇവിടെ ഇതുവരെ കണ്ടേക്കാളും നമുക്ക് വൃത്തികേടില്ലാത്തൊരു പടം. പടം എങ്ങനെയുണ്ട്? സൂപ്പർ, റിയലി സൂപ്പർ. പടം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. അവസാനത്തിലേക്ക് സങ്കടം വന്നു. എന്താണ്? പക്ഷേ അത് തലമുറയോട് എന്താണ്? നല്ല കഥയാണ്. വളരെ വൈകാരിക മുഹൂർത്തങ്ങളുള്ള നല്ലൊരു സിനിമ. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ. നല്ല സിനിമ. നല്ല സിനിമ. നല്ല സിനിമ. സൂപ്പർ. നല്ല കഥ. നല്ല അതിഗംഭീരമായി കഥാപാത്രങ്ങളൊക്കെ അഭിനയിക്കുകയും ജീവിച്ച് കാണിക്കുകയാണ്. ഇന്നത്തെ ഒരു ടീം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഓരോരുത്തരും നമുക്ക് ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അല്ലെങ്കിൽ മാറിപ്പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കും. പിന്നീട് അത് ലഭിക്കണമെന്നുള്ള ഇതിലുള്ള വളരെ നല്ല ടീമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ വളാഞ്ചേരിക്കാർക്ക് ഈ രംഗത്തേക്ക് ഒരുപാട് ആളുകളെ കുറച്ച് സമയമാണെങ്കിൽ പോലും ഓരോ രംഗത്തും ഉള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഓരോ സുഹൃത്തുക്കളും നന്നായിട്ട് അവർക്ക് ലഭിച്ച ഈ അവസരം ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് അവർക്കൊക്കെ അംഗപരിമിതമായ വയോധികരുടെ മാലിന്യം തള്ളിയതായി ആക്ഷേപം. ചുറ്റിപ്പുറം മൂടാൽ രാജ്യത്തെ കടയിലേക്കാണ് ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയിരിക്കുന്നത്. ദേശീയപാത 66 ചോലപടവിൽ സർവീസ് റോഡിന്റെ വശത്താണ് രാമൻ കച്ചവടം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്.